നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കായി എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളം കരുതിയിരിക്കുക. കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി സംഘപരിവാരൻ്റെ ഒത്താശയോടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ്. അത് പി സി ജോർജും മാത്യു സാമുവലും കരിമൻകാലെ പോലെയുള്ള വർഗീയ വിഷം തുപ്പിക്കൊണ്ട് അവർ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം നമ്മൾ തിരിച്ചറിയണം. മറുഭാഗത്ത് ആശാ പ്രകടനത്തിന്റെ പേരിൽ സെക്രട്ടറി മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരാഭാസം, സ്റ്റേറ്റ് ഗവൺമെന്റിനെ സമരം നടത്താനുള്ള യാതൊരു മുദ്രാവാക്യവും അവരുടെ കയ്യിലില്ല. എന്നിട്ടും വ്യാജ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ 40 ദിവസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരാഭാസം അത് നിയമലംഘന സമരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നിയമലംഘന സമരം നടത്തുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും അത് നേരിടാൻ ആവശ്യമായ നടപടികളുണ്ടാവും. അത് വച്ചുകൊണ്ട് ഒരു വിമോചന സമരത്തിന് വീണ്ടും കളമൊരുക്കുക എന്നുള്ളതാണ് സംഘപരിവാരന്റെ ആഗ്രഹം. വേറൊരു ഭാഗത്തുകൂടെ കേരളീയ സമൂഹത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലു എന്നുള്ള ഒരു അജണ്ടയും ഒരു ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് താങ്കൾക്ക് വളരാനുള്ള ഒരു വളക്കൂറായ മണ്ണ് ആയിട്ട് കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ അജണ്ട. ഈ അജണ്ട നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി തന്നെ അവര് ചില സമുദായങ്ങളുടെ തന്നെ ചില സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട്, കാസ പോലെയുള്ള സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല കേരളീയ സമൂഹം തിരിച്ചറിയും. അതല്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കേരളത്തിന്റെ ഐക്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു കേരളീയനും ആത്മാർത്ഥമായി രംഗത്ത് വരാനും പി സി ജോർജിനെ പോലെയുള്ള, കരിമൻകാലെ പോലെയുള്ള, മാത്യു സാമുവലിനെ പോലെയുള്ള ഈ ദുഷ്ടശക്തികളെ ഒറ്റപ്പെടുത്താനും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.